தெய்வமது. வாழ்க வையகம், வாழ்க வையகம், வாழ்க வளமுடன். ഗുരുവേ തുണ, ഗുരുവാഴ്ക. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഗുരു ആരാണ് എന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ഗുരുവായ തത്വജ്ഞാനി വേദാദ്രി മഹർഷിയെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അത് പറയേണ്ടത് അദ്ദേഹം തത്വജ്ഞാനി വേദാദ്രി മഹർഷി ആരാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു മഹായോഗിയായിരുന്നു. കൂടാതെ യോഗി മാത്രമല്ല, അദ്ദേഹം ഒരു സ്പിരിച്വൽ ലീഡറും കൂടെ ആയിരുന്നു. അദ്ദേഹം ജനിച്ചത് 1911 മദ്രാസിലുള്ള ഗുരുവാഞ്ചേരി എന്നുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. സാമ്പത്തികമായിട്ട് വലിയ ഭദ്രതയുള്ള ഫാമിലി ആയിരുന്നില്ല. അപ്പം സാമ്പത്തികമായിട്ട് കുടുംബത്തിന് ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഹയർ എഡ്യൂക്കേഷൻ ഒന്നും പോകാനുള്ള അവസരം കിട്ടിയില്ല. എന്നിരുന്നാലും കുഞ്ഞിലേ മുതൽ അദ്ദേഹം അന്വേഷിച്ചുകൊണ്ട് നടന്നത് പല കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ജനന മരണത്തിൻ്റെ രഹസ്യം എന്താണ്. രണ്ടെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്. പിന്നെ ദൈവമുണ്ടോ, ദൈവം എവിടെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ചിന്തകൾ അദ്ദേഹത്തിന് അറിവായ കാലം മുതൽ അദ്ദേഹം ഇതിനെപ്പറ്റിയുള്ള അന്വേഷണത്തിലായിരുന്നു. അദ്ദേഹം നമുക്കറിയാം, തിരുമൂലർ, തിരുവള്ളുവർ, വള്ളനാർ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുരുക്കന്മാരാണ്. അദ്ദേഹം ഈ പാത്തിൽ കൂടി, സ്പിരിച്വൽ പാത്തിൽ കൂടി പല ജോലികളും നോക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്പിരിച്വലായിട്ടുള്ള ഈ അന്വേഷണത്തിൽ കൂടി നടന്ന് അദ്ദേഹത്തിൻ്റെ 35-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് എൻലൈറ്റഡായി. അപ്പം എൻലൈറ്റൻമെൻറ്റ് കിട്ടിയതിന് ശേഷം അദ്ദേഹം ആഗ്രഹിച്ച എന്താണെന്ന് വെച്ചാൽ, തനിക്ക് ലഭിച്ച ഈ അറിവ് ഇതുകൊണ്ട് ലോകത്തിന് മനുഷ്യർക്ക് എന്ത് നന്മ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, 1958 ഒരു വേൾഡ് കമ്മ്യൂണിറ്റി സർവീസ് സെൻറ്റർ മദ്രാസ് ആസ്ഥാനമായിട്ട് രൂപീകരിച്ചു. ഈ വേൾഡ് കമ്മ്യൂണിറ്റി സർവീസ് സെൻറ്ററിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, വേൾഡ് പീസാണ്, ലോക സമാധാനം. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത്. അദ്ദേഹത്തിന് ആ എൻലൈറ്റൻമെന്റ് കിട്ടിയ അറിവിൽ കൂടി അദ്ദേഹം ആഗ്രഹിച്ചത് അതാണ്, ലോക സമാധാനം. നമുക്കെല്ലാവർക്കും അറിയാം, ലോക സമാധാനം എല്ലാവർക്കും പറയാൻ പറ്റും. പക്ഷെ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് എങ്ങനെ എന്നുള്ള ചോദ്യമായിരുന്നു. നമ്മളെ ഗുരു വേദാദ്രി മഹർഷി അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഓരോ വ്യക്തിക്കും ഒരു വ്യക്തി സമാധാനം ഉണ്ടാക്കുക. അപ്പൊ ഇൻഡിവിജ്വൽ പീസ് ഒരു വ്യക്തിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഓരോ വ്യക്തിക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഫാമിലിയിൽ തന്നെ എന്തുണ്ടാകും, പീസ് ഉണ്ടാകും, അല്ലെ? ഫാമിലിയിൽ സമാധാനം ഉണ്ടാകും. അപ്പൊ ഫാമിലിയിൽ സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സൊസൈറ്റിയിൽ പീസ് ഉണ്ടാകും. അപ്പൊ ആ സൊസൈറ്റിയിൽ പീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിക്കഴിഞ്ഞു, ലോക സമാധാനമായി. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം, മനുഷ്യ ധർമ്മം. അപ്പൊ അദ്ദേഹത്തിൻ്റെ സമയത്തുള്ള അത് മാത്രമല്ല, അദ്ദേഹം എന്തെന്ന് വെച്ചാൽ, ഈ പല കാര്യങ്ങളും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ധ്യാനത്തിൽ കൂടി വന്ന് ധാരാളം കാര്യങ്ങൾ പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മറ്റുള്ള ഗുരുക്കളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു വ്യത്യസ്തമായത് എന്താ, തനിക്ക് ലഭിച്ച അറിവുകൾ എപ്പോഴും പറയുമായിരുന്നു, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്നത് മാത്രം കേട്ട് നിങ്ങൾ പഠിക്കരുത്, ചെയ്യരുത്. നിങ്ങൾ എന്തിടയെ ആ അറിവ് നിങ്ങളെ ഉള്ളിൽ എന്ത് ചെയ്യപ്പെടുക, വ്യക്തിഭദ്രമായിട്ട് അതിനെ സ്വയം നിങ്ങൾ
എന്ത് ചെയ്യുക, ഉപയോഗിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. ഒരു ഗുരു പഠിപ്പിച്ചു കൊടുത്തിട്ട് അതുപോലെ അംഗീകരിക്കാന്നല്ല പറഞ്ഞത്. ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ വ്യക്തിഭദ്രമായിട്ട് ഉപയോഗിക്കുക, ഓരോ വ്യക്തികൾക്കും. അപ്പൊ അതിൽ കൂടി പോകുമ്പോൾ എനിക്കുണ്ടായ അറിവ് നിങ്ങൾക്ക് നേടാൻ കഴിയും. അതായിരുന്നു അദ്ദേഹം എല്ലാ വ്യക്തികളോടും അതാ സ്വയമേ അറിയുക, നീ സ്വയമേ അറിയുക എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തെ പ്രധാനമായിട്ടും ഒരു സ്കൈവക സിസ്റ്റം ഉണ്ടാക്കി. അതിന്റെ പ്രധാനമായിട്ടും എന്താണ് അദ്ദേഹം ഉണ്ടാക്കാൻ കാരണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത്, അല്ലെ? ഈശ്വരൻ എവിടെയാണോ നമ്മൾക്ക് എല്ലാവർക്കും ഒരു സ്ഥിതി ചെയ്യുന്നതിനെ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരം എന്താണ്? ഒരു ക്ഷേത്രമാണ്. നമുക്കുള്ളിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത്. അപ്പൊ ആ ക്ഷേത്രത്തിനെ എങ്ങനെയാണോ പരിപാലിക്കേണ്ടത്, ഇപ്പോൾ നമുക്കറിയാം ക്ഷേത്രം എങ്ങനെയൊക്കെയാണ് പരിപാലിക്കപ്പെടുന്നതെന്ന്. അതുപോലെ നമ്മുടെ ശരീരവും എന്ത് ചെയ്യണം? പരിപാലിക്കപ്പെടണം. ആ ശരീരം അങ്ങനെ പരിപാലിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം രൂപീകരിച്ച സ്കൈയിൽ തന്നെ പറയുന്നത് ലളിതവൽക്കരിച്ച വ്യായാമ മുറകൾ. അത് ഏത് പ്രായത്തിലുള്ളവർക്കും, അവിടെ പ്രായമൊന്നുമില്ല. കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഏത് പ്രായത്തിലുള്ളവർക്കും അത് ചെയ്യാം. നമ്മുടെ ശരീരത്തിന് ആ എക്സസൈസുകൾ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ബ്ലഡ് സർക്കുലേഷനും ഹീറ്റ് സർക്കുലേഷനും എയർ സർക്കുലേഷനും ബയോമാഗ്നറ്റിക് സർക്കുലേഷനും എല്ലാം കൃത്യമായിട്ട് നടക്കും. അപ്പം നമുക്ക് ശരീരത്തെ എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. രണ്ടാമത് അദ്ദേഹം പറയുന്നത് അതാണ് എക്സസൈസിന്റെ പ്രാധാന്യം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം മനുഷ്യനായി ജയിച്ചതിന്റെ പല രീതിയിലുള്ള അസുഖങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ അസുഖങ്ങൾ ഉണ്ടാവുകയും അതുപോലെ ഏജിങ്, ഇപ്പൊ ചെറുപ്പത്തിലുള്ള കുട്ടികൾക്ക് ഏജിങ് പെട്ടെന്ന് കയറി വരുന്നുണ്ടല്ലോ, അവർ ചെയ്യുന്ന പല രീതിയിലുള്ള ജോലികൾ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് എല്ലാം. അപ്പൊ അതിൽ നിന്നെല്ലാം മുക്തി നേടുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കായകൽപ്പ യോഗ ഉണ്ടാക്കിയത്. അപ്പൊ ആ കായകൽപ്പ യോഗ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിച്ചിട്ട് അസുഖമൊന്നും ഇല്ലാതെ ഏജിങ് നമുക്ക് ഏജിങ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് കായകൽപ്പ യോഗ. ഇനി മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ലക്ഷ്യമാണ് ധ്യാനം. അപ്പൊ ഈ ധ്യാനത്തിലെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ധ്യാനത്തിൽ നമുക്കറിയാം നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ സ്വാംശീകരിക്കുക എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടി അദ്ദേഹം ദീക്ഷ സമ്പ്രദായ, ആജ്ഞാദീക്ഷ, തുര്യാതീത ദീക്ഷ എല്ലാം നൽകിയത് ധ്യാനത്തിൽ നമ്മുടെ മൈൻഡിന്റെ ഫ്രീക്വൻസി ലെവലെല്ലാം കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് ആ ഈ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എല്ലാം കുറച്ച് നമുക്ക് ആ പ്രപഞ്ച ശക്തിയെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലുള്ള ചൈതന്യത്തെ അറിയാനും സാധിക്കും. അതാണ് അദ്ദേഹത്തിന്റെ ധ്യാനമുറകൾ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മളെ സ്വാമിജി അതിനെടുത്ത് രൂപീകരിച്ച് എന്ത് ചെയ്യപ്പെടും, സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ എന്നുള്ള പേരിൽ അദ്ദേഹം സാധാരണപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി അദ്ദേഹം